ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാട്ടോ. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റു, ചായ കുടിക്കുക കേട്ടോ. ബ്രെഡ് വാട്ടിയതും ചായയും കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശയും ചെമ്മീൻ കറിയും ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. വേറെ ഇടയില്ല, കല്യാണ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിലെത്തി അങ്ങനെ വേറെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ തിരിച്ച് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് ഡേ 2 ആട്ടോ, അതായത് മെഹന്തി കല്യാണം എന്ന് പറയും. അപ്പോൾ ഡേ 2 ആണിന്ന്. അപ്പോൾ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ഔട്ട്ഫിറ്റ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. നമുക്ക് ഫോട്ടോഷൂട്ടിന് പോകാനുണ്ട് കേട്ടോ പുറത്ത്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ നമ്മൾ ബ്രൈഡിൻ്റെ റൂമിൽ കയറി ഇരുന്നിട്ടാട്ടോ ഉള്ളത്. അപ്പോൾ അതാ കച്ചുണ്ട്, പിന്നെ ബ്രൈഡുണ്ട്, പിന്നെ എൻ്റെ അനിയത്തി, എൻ്റെ കസിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രൈഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ, ഔട്ട്ഫിറ്റിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ലുക്കിലായിരുന്നു ഉണ്ടായത്, മാഷാല്ലാ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കായിരുന്നു. പിന്നെ ക്യാമറാമാനെ വെയിറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം നമ്മൾ ബ്രൈഡിൻ്റെ റൂമിൽ തന്നെ ഇരുന്നു. പിന്നെ ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ആരും വന്നില്ല കേട്ടോ. ഉച്ച ആ ഒരു ടൈം അത്രേനു. അപ്പോൾ ആരും ഉണ്ടായിട്ടില്ല അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കലായിരുന്നു. പിന്നെ ഞാനിവിടെ സ്റ്റേജിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേജും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊക്കെ റെഡിയാണ്. അപ്പോൾ ബ്രൈഡിനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ബ്രൈഡും കൂടെ വരാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്ത ഒരു പ്ലേസിൽ തന്നെയാണ് ഫോട്ടോഷൂട്ടിന് പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ കാറിലൊക്കെ കയറി ഇരുന്നു പോവാണ് കേട്ടോ. അപ്പോൾ കാറിൽ പാട്ടൊക്കെ വെച്ച് വൈബാക്കിയിട്ടാണ് പോണത്. അപ്പോൾ അവിടുന്ന് കുറച്ച് പോകാനുള്ളൂ കേട്ടോ. അടുത്ത് തന്നെയാണ് പ്ലേസ് വരുന്നത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, കയറി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളും ആ ഒരു പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു വീട്. അടിപൊളി വീടാട്ടോ, കാണാൻ വേണ്ടിയിട്ട് അടിപൊളി രസമാണ്. അപ്പോൾ അവിടെ എത്തി, അവിടുന്ന് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ബ്രൈഡിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ വെറുതെ കുറേ സമയം ഇരിക്കലായിരുന്നു. ഞാനും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടുന്ന്. അപ്പോൾ ബ്രൈഡിൻ്റെ ഫോട്ടോസ് അവിടുന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഒന്നിച്ച് നിന്നിട്ടും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. വീടും നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറി എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സെറ്റായിരുന്നു. പിന്നെ കുറേ സമയം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്താ ചെയ്യേണ്ടി അറിയില്ല, ഭയങ്കര ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിപ്പായിരുന്നു കുറേ സമയം. പിന്നെ ബ്രൈഡിനെ കൂടെ സംസാരിച്ച് അങ്ങനെയൊക്കെ വൈബാക്കി കുറേ സമയം അവിടെ ഇരുന്ന്. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ടായത്. അപ്പോൾ ഒരു 6-6:30 മണി വരെ നമുക്ക് ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു പ്ലേസിൽ നിന്നൊക്കെ എടുത്തു. ഇവിടെ നിന്നാണെങ്കിൽ നല്ല അടിപൊളിയിൽ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് അവിടുന്ന്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രൈഡിനാണെങ്കിൽ നടക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ ഹെൽപ്പാക്കി കൊടുത്ത് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ വേഗം ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ പുറത്ത് സോഫയിൽ വന്നിരുന്നതാട്ടോ. കുറച്ച് സമയം അവിടേക്ക് ഇരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ബ്രൈഡാണെങ്കിൽ പാട്ടൊക്കെ വെച്ചതിന് ശേഷം ഫുള്ളിങ്ങനെ തുള്ളലായിരുന്നു, വൈബാക്കലായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് ഇരുന്നായിരുന്നു തുള്ളലായിരുന്നു. പിന്നെ നമ്മളൊക്കെ പോയി അടിച്ച് പൊളിച്ച് എൻജോയ് ആക്കലായിരുന്നു കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയപ്പം പിന്നെ നമ്മൾ കുറച്ച് സമയം അകത്ത് പോയി ഇരുന്ന് പിന്നെ വീണ്ടും നമ്മൾ പുറത്തേക്ക് തന്നെ വന്നു കേട്ടോ. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വൈബാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നാട്ടോ. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഡാൻസ് കാണാം കേട്ടോ നെക്സ്റ്റ്. അങ്ങനെ ഡാൻസിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുള്ള് സോങ്ങിൻ്റെ സെക്ഷനാണ്. എല്ലാവരും കൂടി സോങ്ങൊക്കെ പാടി അടിപൊളി വൈബാക്കലായിരുന്നു.
ഓരോരുത്തരായിട്ട് മാറി മാറി പാട്ടുപാടലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരാട്ടോ ഇവിടെ ഉണ്ടായത്. പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് പാട്ടുപാടലും പിന്നെ ബ്രൈഡും ഒക്കെ പാട്ട് പാടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത സെക്ഷൻ നമ്മളതായിരുന്നു. നമ്മളാണെങ്കിൽ നല്ലോണം പാട്ടുപാടി അങ്ങ് കോളാക്കി കൊടുത്തു കേട്ടോ. എല്ലാവരും നിർത്തിയിട്ട് പോകുന്നുള്ള രീതിയിൽ വരെ അവളാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി വൈബാക്കി കല്യാണമൊക്കെ അടിച്ച് പൊളിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ ബ്രൈഡിൻ്റെ റൂമിൽ പോയി കുറച്ച് സമയം ഒന്ന് കാറ്റുള്ള വിചാരിച്ച് തണുപ്പുള്ള വിചാരിച്ചിട്ടാ. എന്നിട്ട് കുറച്ച് സമയം റൂമിൽ പോയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ റൂം വരുന്നത്. അടിപൊളി റൂമാട്ടോ മാഷാ അല്ലാ. എന്നിട്ട് വീണ്ടും നമ്മൾ പുറത്ത് തന്നെ വന്നിരുന്ന് കുറച്ച് ടൈം അപ്പം ബ്രൈഡ് ഇതാ ഇവിടെ ഇങ്ങനെ ക്ഷീണിച്ച് സൈഡായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈഡായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഗ്രൂമിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. കല്യാണത്തിൻ്റെ അന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അവർ തലേന്ന് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇതാ കോക്ടെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു. അപ്പോൾ ഗ്രൂം ഇതാ അവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കോക്ടെയിലൊക്കെ കുടിച്ചു. പിന്നെ അവരും അടിപൊളി വൈബൊക്കെ ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രൈഡും കൂടെ പോയിട്ട് സ്റ്റേജിലിരുന്നു. പിന്നെ അവർ ഒന്നിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ആടുന്ന് അടിപൊളി വൈബാക്കലായിരുന്നു. പാട്ടൊക്കെ വെച്ച് കൈയൊക്കെ മുട്ടി അങ്ങനെ സെറ്റാക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നിങ്ങൾ ഡാൻസ് കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ബ്രൈഡിനോടും ഗ്രൂമിനോടും ഡാൻസൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ കളിച്ചില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇതാ ഇവരവിടുന്ന് പാട്ടൊക്കെ വെച്ചപ്പം അടിപൊളിയാക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം ടൈം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോഴാണ് അവർ വന്നിട്ടുണ്ടായത് കേട്ടോ. എന്നിട്ട് അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ഇതാ നമ്മളും വീട്ടിലേക്ക് പോവാണ്. കാരണം കുറേ ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 2 മണി 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വേഗം വീട് പിടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.